നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്വതന്ത്രരെ കിട്ടാനുണ്ടോ എന്ന് നാടിനീളെ വിളംബരം ചെയ്തപ്പോൾ ഇതാണ് നല്ല സമയമെന്ന് കരുതി പുറപ്പെട്ട ഒരു ദേശീയ പാർട്ടിയുടെ വൈസ് ചെയർമാന് പറ്റിയ അമളി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കേരളത്തിന്റെ സ്വന്തം പാർട്ടിയായ കേരള കോൺഗ്രസിൽ എം.എൽ.എയും മന്ത്രിയുമായിരുന്ന, ഇപ്പോൾ ദേശീയ പാർട്ടിയായ RJDയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ വി സുരേന്ദ്രപിള്ളയുടെ കാര്യമാ പറഞ്ഞു വരുന്നത്. എന്റെ ഒരു സുഹൃത്തു കൂടിയാണ് വി സുരേന്ദ്രപിള്ള. ദേ പോയി ദാ വന്നു എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി മൂപ്പരുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇടതുപക്ഷ മുന്നണിയിലെ RJDയെ അവഗണിക്കുന്നു, സീറ്റുകളൊന്നും കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിഷേധ കലാപക്കൊടി ഉയർത്തിയാണ് കഴിഞ്ഞ ദിവസം സുരേന്ദ്രപിള്ള RJDയുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് ഇറങ്ങിപ്പോകുന്നത്. കാരണമായി അതൊക്കെ പറഞ്ഞുവെങ്കിലും യഥാർത്ഥത്തിൽ തിരുവനന്തപുരം സീറ്റിൽ, അതായത് സുരേന്ദ്രപിള്ളയുടെ പഴയ തട്ടകത്തിൽ സ്വതന്ത്രരെ തേടുന്ന വിളംബരം കണ്ടുകൊണ്ടാണ് RJDയിൽ നിന്ന് ഇറങ്ങി വന്നത്. CPM സീറ്റ് തരാമെന്ന മോഹന വാഗ്ദാനം മുന്നോട്ട് വെച്ചപ്പോൾ കഥാനായകൻ അതിൽ വീണു. ദേശീയ പാർട്ടിയിൽ പ്രവർത്തിച്ച് ഇന്ത്യയെ സൂപ്പർ പവറാക്കാമെന്ന സ്വപ്നം തൽക്കാലം ഉപേക്ഷിച്ച് തിരുവനന്തപുരത്തെ പാവപ്പെട്ടവരെ സേവിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ദേശീയ പാർട്ടിയിലെ പദവികളെല്ലാം ഉപേക്ഷിച്ചു. സർവസ്വതന്ത്രനായി CPMന്റെ മുന്നിലെത്തി. ചർച്ചകൾ പലതും നടന്നു. പക്ഷേ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സീറ്റാണത്. ആന്റണി രാജുവാണ് നിലവിലെ MLA. അദ്ദേഹത്തിന് മത്സരിക്കാൻ ഒക്കില്ല. ആ പാർട്ടിയിൽ വേറെ ആരും തന്നെ ഇല്ല മത്സരിക്കാൻ പറ്റിയ യോഗ്യതയുള്ളവർ. അപ്പോഴാണ് കിട്ടിയ അവസരം മുതലാക്കാൻ CPM ശ്രമം നടത്തിയത്. CPM സുരേന്ദ്രപിള്ളയുടെ പേര് മുന്നോട്ട് വച്ച് ചക്കുവെച്ചു. പക്ഷേ വേറെ ആരെയും നിർത്തിയാലും സുരേന്ദ്രപിള്ളയെ പറ്റില്ലെന്ന് ജനാധിപത്യക്കാർ തീർത്തു പറഞ്ഞു. അതോടെ CPM മാത്രമല്ല, സുരേന്ദ്രപിള്ളയും വീട്ടിലായി. ഇല്ലത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മത്വത്ത് എത്തിയതുമില്ല. ആ നിലയിലായി സുരേന്ദ്രപിള്ള. എത്ര നാളിങ്ങനെ സുരേന്ദ്രപിള്ള ഏറെ നിൽക്കും? കഥാനായകന്റെ കൺട്രോൾ പോയി. CPM പറഞ്ഞു പറ്റിച്ചെന്ന് ബോധ്യമായപ്പോൾ RJD അധ്യക്ഷൻ ശ്രേയംസ് കുമാറിന്റെ കാലിൽ ചെന്ന് വീണു. RJDയിൽ നിന്ന് രാജിവെച്ച സുരേന്ദ്രപിള്ള വീണ്ടും പാർട്ടിയിലേക്ക് മടങ്ങിയെത്തിയെന്ന് മാധ്യമങ്ങൾ വാർത്തയാക്കി. തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം പരാജയപ്പെട്ടതോടെയാണ് RJDയിലേക്ക് തന്നെ മടങ്ങിയെത്തിയതെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ സീറ്റ് മോഹിച്ചല്ല രാജിവെച്ചതെന്നാണ് സുരേന്ദ്രപിള്ളയുടെ വിശദീകരണം. RJDയെ മുന്നണിയിൽ അവഗണിക്കുന്നുവെന്ന തോന്നൽ കൊണ്ടാണ് രാജിവെച്ചതെന്നും ആ തീരുമാനം തെറ്റായിരുന്നുവെന്നും സുരേന്ദ്രപിള്ള വ്യക്തമാക്കി. ശ്രേയാംസ് കുമാറുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് സുരേന്ദ്രപിള്ള രാജി പിൻവലിച്ചത്. സീറ്റുകൾക്കപ്പുറം കൂടുതൽ പരിഗണന നൽകാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായും സുരേന്ദ്രപിള്ള വീടെടുത്ത് കിടന്നു വീഴുന്നു. കരികാലം, അല്ലാതെന്ത് പറയാം.